ആഗസ്റ്റ് 6-നാണ് ഉരുൾപൊട്ടലുണ്ടായത്. 14 വീടുകൾ പൂർണ്ണമായും 38 വീടുകൾ ഭാഗികമായും തകർന്നു. 400 ഏക്കറോളം കൃഷിഭൂമി ഒലിച്ചുപോയി. ഒരു കുടുംബത്തിലെ 4 പേർ. അച്ഛന്റെ കയ്യിൽ നിന്നും വീണ് ഒലിച്ചുപോയ ജ്യോത്സ്ന. അങ്ങനെ 8 ജീവനുകൾ അപഹരിച്ച മലവെള്ളപ്പാച്ചിൽ ഒരു നാടിനെ തകർത്തു. സഹായത്തിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. വീടിനുള്ള സംബന്ധിച്ച് എവിടെയും കിട്ടിയിട്ടുമില്ല. പിന്നെ വീട് നന്നാക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങൾ. ഇതേ കാഴ്ചയായിരുന്നു ഒരു വർഷം മുമ്പും നമ്മൾ കണ്ടത്. അന്ന് തകർന്ന കലുങ്ക് ഇപ്പോഴും അപകടസ്ഥിതിയിൽ തന്നെ. മറ്റൊരു കലുങ്ക് താങ്ങുകൊടുത്ത് നിർത്തിയിരിക്കുന്നു. അടുത്ത ഇലക്ഷൻ വരുമ്പോഴായിരിക്കും പിന്നെ ചിലപ്പം എല്ലാം ചെറിയ അനക്കം വല്ലതും വരിക. അത് വരത്തേക്ക് ഞങ്ങൾ ഇത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുക. ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു മടുത്തു. അടുത്ത ഉരുൾപൊട്ടലൂടെ ഉണ്ടായാൽ ചിലപ്പോൾ ഒന്ന് അനങ്ങുമായിരിക്കും. അതായത് ഈ ഓഗസ്റ്റ് 6 ഒരു വർഷം. സർക്കാരും സ്ഥലത്തെ ജനപ്രതിനിധികളും നിസ്സംഗത തുടരുമ്പോൾ തകർന്ന ഒരു റോഡ് നന്നാക്കാൻ പണം അനുവദിച്ചത് നാട്ടുകാർക്ക് കേട്ടുമാത്രം പരിചയമുള്ള പി രാജീവ് MP. കുത്തിയൊലിച്ചുപോയ വാഗ്ദാനങ്ങളുടെ ചിത്രമാണ് ഒരു വർഷങ്ങൾക്ക് പുറവും പുല്ലൂരാംപാറയിൽ അവശേഷിക്കുന്നത്. വീണ്ടും ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്യാമറ പേഴ്സൺ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.